യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം. ധ്യാനത്തിനായുള്ള തിരുവചനം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. കർത്താവിന് പ്രസാദമായതു എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യമാണ് ക്രിസ്തുവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് അതിന് പ്രകാരം ജീവിക്കുക എന്നത്. അങ്ങനെയുള്ള നമ്മുടെ പ്രവൃത്തി ദൈവനാമത്തിന് മഹത്വം കൊണ്ടുവരികയും മറ്റുള്ളവരുടെ നന്മയ്ക്കായി തീരുകയും ചെയ്യുന്നു. കർത്താവായ യേശു പിതാവായ ദൈവത്തിന് പ്രസാദമായതു ചെയ്ത് ജീവിച്ചതുപോലെ നാം ക്രിസ്തുവിനെ മാതൃകയാക്കണം. സകല സൽഗുണവും നീതിയും സത്യവുമായ വെളിച്ചത്തിൻ്റെ ഫലം നമ്മിൽ നിന്നും പുറപ്പെടുവാൻ കർത്താവിന് പ്രസാദമായ ജീവിതം നാം നയിക്കണം. മനുഷ്യരെയല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നാം നയിക്കണം. എന്തെന്നാൽ ഗലാത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കയില്ല. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത് ആകുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ദാസരായി നാം തീരുന്നത്. നാം പലപ്പോഴും മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കും എന്ന ചിന്തയോടെ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യാറുണ്ട്. ദൈവത്തിന് പ്രസാദകരമായത് ചെയ്ത് ജീവിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ പരിഹസിച്ചേക്കാം. എന്നാൽ മറ്റുള്ളവരുടെ നിന്ദ സഹിച്ചുകൊണ്ട് നാം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ദാസരായിത്തീരുന്നു. ദൈവനാമത്തിന് മഹത്വം കൊണ്ടുവരുന്നവരായി ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന നല്ല ദാസരായി ജീവിക്കാൻ ദൈവം നമ്മിൽ എല്ലായ്പ്പോഴും കൃപ ചൊരിയട്ടെ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുവാൻ സഹായിക്കുന്ന 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുള്ള ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു, ദൈവനാമത്തിന് മഹത്വം കൊണ്ടുവരുന്നു. അങ്ങനെ വിശ്വാസമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാം. രണ്ടാമതായി നാം നോക്കുമ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്ന മറ്റൊരു പ്രവൃത്തിയാണ് നാം നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതും. കർത്താവായ യേശു ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നതുപോലെ നാമും സൽഗുണപൂർണർ ആകണം എന്നതാണ് ദൈവ ഇഷ്ടം. നമ്മുടെ നന്മ പ്രവൃത്തികളും ദാനധർമ്മങ്ങളും എല്ലാം ദൈവം കാണുന്നു, ദൈവം ഓർക്കുന്നു, അതിൽ ദൈവം പ്രസാദിക്കുന്നു. മൂന്നാമതായി നാം നോക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 69-ാം അധ്യായം 30-31 വാക്യങ്ങൾ നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. മറ്റെന്ത് യാഗത്തെക്കാളും ദൈവം പ്രസാദിക്കുന്ന ഒന്നാണ് നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സ്തോത്രം എന്ന യാഗം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്തും നമ്മെ ക്ഷേമത്തോടെ അനുഗ്രഹത്തോടെ കാത്തുപരിപാലിച്ച കൃപകൾ ഓർത്തും വീണുപോകാതെ നമ്മെ താങ്ങിയതും കഷ്ടങ്ങളിലും കൂടെ ഇരുന്ന് നമ്മെ നടത്തിയതും ഓർത്ത് ദൈവത്തെ എപ്പോഴും നന്ദിയോടെ സ്തുതിക്കുന്ന ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നു. യേശുവിനോടൊപ്പമുള്ള ഈ നമ്മുടെ യാത്രയിൽ മനുഷ്യരെയല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.
ജഡസ്വഭാവമല്ല, ആത്മസ്വഭാവമുള്ളവരായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുവാൻ, വിശ്വാസത്തോടെയും നന്മ പ്രവൃത്തികൾ ചെയ്തും നന്ദിയുള്ള ജീവിതം നയിച്ചും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. മനുഷ്യരെയല്ല, കർത്താവെ, അങ്ങയെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ആത്മസ്വഭാവമുള്ളവരായിട്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. സകല മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങേക്ക് തന്നെ ആയിരിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.